കേരള ജനത നേരിടുന്ന പ്രശ്നങ്ങൾക്ക് യുവമോർച്ചയുടെ ക്രിയാത്മക ഇടപെടലുകൾ തന്നിലൂടെ തുടരുമെന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട വി മനുപ്രസാദ് ജനം ടിവിയോട്. വികസിത കേരളം സാധ്യമാക്കാൻ നരേന്ദ്രമോദി സർക്കാരിനൊപ്പം കേരളത്തിലെ യുവമോർച്ചയും പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട വി മനുപ്രസാദ് പ്രതികരിച്ചത്. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട വി മനുപ്രസാദ് ജനം ടിവിയോടൊപ്പം ചേരുകയാണ്. ആദ്യം തന്നെ ആശംസകൾ. വലിയ ഉത്തരവാദിത്വമാണ്, ചുമതലയാണ്. കേരളത്തിലെ നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ യുവജന സംഘടനയുടെ തലപ്പത്തേക്ക് എത്തുന്നു. നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വപ്പെട്ട ഒരു സമയത്താണ് ഈ ഒരു ചുമതലയിലേക്ക് എത്തുന്നത്. നിരവധിയായ പ്രശ്നങ്ങൾ കേരളം അഭിമുഖീകരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ ഒരു യുവജന സംഘടന എന്ന നിലയിൽ ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? ആദ്യമേ നന്ദി ജനം ടിവിയുടെ ഭാഗത്ത് നിന്ന് എനിക്കൊരു ആശംസ നേരുന്നതിന്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വലിയ ഉത്തരവാദിത്തമാണ് സംഘടന ഏൽപ്പിച്ചിരിക്കുന്നത്. എല്ലാ കാലങ്ങളിലും സംഘടന വിവിധങ്ങളായ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാറുണ്ട്. അതെല്ലാം ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യാനുള്ള ശ്രമം നടത്താറുണ്ട്. ആ ശ്രമത്തിനപ്പുറം ഒന്നും പുതിയതായി ചെയ്യേണ്ടതായിട്ട് എനിക്കില്ല എന്നുള്ളതാണ്. ആ ശ്രമം ഇനിയും തുടരും എന്നുള്ളതാണ്. രണ്ടിവിടെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു ദൗത്യം മൊത്തം BJPക്ക് കേരളത്തിന് വേണ്ടി ചെയ്യേണ്ടതായിട്ടുണ്ട്. വികസിത കേരളം എന്ന നമ്മുടെ ഒരു പുതിയ മുദ്രാവാക്യം കേരളത്തിലെ യുവജനങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ഞങ്ങളത് ഏറ്റെടുത്തിട്ടുള്ളത്. അത് യുവാക്കളുടെ ഇടയിൽ കൂടുതൽ പ്രചരിപ്പിക്കുന്നതിനും ആ വികസിത കേരളത്തിൻ്റെ ഭാഗമായി യുവാക്കളെ അണിനിരത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രയത്നം തുടർച്ചയെന്നോളം യുവമോർച്ചയുടെ പുതിയതായി എന്തെങ്കിലും ചെയ്യുന്നുവെന്ന മാനസികാവസ്ഥയിലല്ല. ഇതുവരെയെല്ലാം ചെയ്തത് BJPയുടെയും യുവമോർച്ചയുടെയും കേരളത്തിൻ്റെയും വികസനത്തിന് വേണ്ടി ഇടപെടലുകൾ നടത്തിയതുകൊണ്ടാണ് നിങ്ങൾ ആ യുവമോർച്ചയുടെ പോരാട്ടം എന്ന നിലയിൽ എന്നോട് ചോദിച്ചത്. ആ പോരാട്ടത്തോടൊപ്പം ചേർന്ന് ഇനിയും ഞങ്ങൾ ഒരു കൂട്ടായ പരിശ്രമത്തോടെ മുന്നോട്ട് കൊണ്ടുപോകും. വികസിത കേരളത്തിനായി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജി മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു വലിയ ദൗത്യമുണ്ട്. ആ ദൗത്യത്തിന് കേരളത്തിലെ യുവാക്കളുടെ പ്രതീക്ഷകളെ ഉണർത്തി അവരെ ചേർത്ത് നിർത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം യുവമോർച്ചയ്ക്ക് ഏറ്റെടുക്കാനുണ്ട്. ആ യുവമോർച്ച ഏറ്റെടുക്കും. എല്ലാവരും ഒരുമിച്ച് പോകും. എല്ലാവരുടെയും പിന്തുണയോടുകൂടി ആ ദൗത്യം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ മാത്രം ക്ഷണികമായൊരു സമയത്തേക്ക് നിശ്ചയിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. ഇന്നലെയും ഉണ്ടായിരുന്നു. ഇന്ന് ഈ ചുമതലയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതല. ഞാൻ മാത്രമല്ല, ഒരു കൂട്ടായ വലിയ പ്രസ്ഥാനത്തിൻ്റെ ഇന്നലെയും ഇന്നും ഇനി വരാനിരിക്കുന്നവരുമായി ചേർന്ന് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകും. വികസിത കേരളം എന്ന് പറയുന്ന തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ധാരാളം അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു കേരളത്തെ മാറ്റി അവരുടെ എല്ലാം പ്രതീക്ഷയ്ക്ക് ഉയരുന്ന വലിയ കേരളമാക്കി മാറ്റാൻ, ധാരാളം വികസിത പ്രവർത്തനങ്ങൾ നടത്തുന്ന കേരളമാക്കി മാറ്റാൻ, തൊഴിൽ തേടി വിദ്യാഭ്യാസം നേടി നാട് വിട്ടുപോകുന്ന യുവാക്കളെ നമ്മുടെ കേരളത്തിൽ ഉതകും വിധം ഉപയോഗപ്പെടുത്തുന്ന ഒരു കേരളമാക്കി മാറ്റാനുള്ള ഇടപെടലുകളിൽ ഞങ്ങൾ മുൻപിൽ നിൽക്കും എന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇടതു ഭരണത്തിൽ കേരളത്തിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അത് യുവജനങ്ങൾക്ക് മാത്രമല്ല, പൊതുജന മധ്യത്തിൽ അവതരിപ്പിക്കേണ്ട ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. ആരോഗ്യ മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും വിവിധ മേഖലകൾ. അതിലൊക്കെ എങ്ങനെയാണ് യുവമോർച്ചയുടെ ഇടപെടൽ ഉണ്ടാവുക, അതിൻ്റെ ചുമതല ഏൽക്കാൻ പോകുന്ന ഒരാളെന്ന നിലയിൽ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിരവധിയായ വിഷയങ്ങൾ കേരളീയ സമൂഹം അനുഭവിക്കുന്നു എന്നുള്ളത് നേർസാക്ഷ്യമായി ജനങ്ങൾക്ക് ബോധ്യമാവുന്ന ഒരു കാര്യമാണ്. അതിന് ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റേതെന്നല്ല. നാളിതുവരെയുള്ള കേരളത്തിലെ ഭരണ സംവിധാനം മുഴുവൻ കേരളത്തിലെ ശരിയായ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി മുന്നോട്ട് വരുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാട് വിട്ടുപോയി ജീവിക്കേണ്ട ഗതികേടിലേക്ക് ഒരു സമൂഹം മാറ്റപ്പെട്ടത്. എന്നാൽ കേരളം മോശമായിട്ടല്ല. കേരളത്തിൻ്റെ സാധ്യതകൾ വളരെ വലുതാണ്. ടൂറിസം മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലകളിൽ സംഭാവന ചെയ്യാൻ പറ്റുന്നതായാലും സ്കിൽഡ് ആയിട്ടുള്ളൊരു യുവ സമൂഹമുള്ളതൊക്കെ കേരളത്തിന് അഭിമാനകരമായ ധാരാളം പൊട്ടൻഷ്യലുണ്ട്. അതിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കാത്ത ഒരു ഗവൺമെൻറ്റിൻ്റെ വീഴ്ചകളെ പൊതുസമൂഹത്തിൽ തുറന്നു കാണിക്കുകയും അതിന് ഉപയോഗിക്കാൻ പെടുത്തുന്ന നരേന്ദ്രമോദിജിയുടെ വികസന കാഴ്ചപ്പാടുകളിലൂടെ ഭാരതം വികസിതമാകുമ്പോൾ കേരളം അതിൻ്റെ നെടുന്തൂണായി മാറുന്ന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ കൂട്ടുപിടിക്കും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സർക്കാരുകളുടെ വീഴ്ചകൾ ഒരുപാടുണ്ട്. ആ വീഴ്ചകളിലെല്ലാം ഇടപെടലുകൾ ഇന്നലെ വരെയും നടത്തിയിരുന്നു. ഇന്ന് പുതിയതായി ഒന്നും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തുടക്കത്തിലേ സൂചിപ്പിച്ചു, പ്രത്യേകിച്ച് എന്തെങ്കിലും പുതിയൊരാൾ വന്നു എന്ന മാനസികാവസ്ഥയിലല്ല. ഇത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഒരു കണ്ണിയാണ് ഞാൻ. ഇനിയും ധാരാളം പേർ വന്നു ചേരാനിരിക്കുന്ന ഒരു കണ്ണിയുടെ ഇപ്പോഴത്തെ കണ്ണി മാത്രമാണ് ഞാൻ എന്ന ഉറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ യുവമോർച്ച ഈ പ്രവർത്തനത്തിന് മുന്നിൽ നിൽക്കും. വികസിത കേരളത്തിനൊപ്പം കൂടാൻ പറ്റുന്ന എല്ലാവരെയും ഞങ്ങൾ കൂടെ കൂട്ടും. സമരമായിട്ടും ക്രിയാത്മകമായ പ്രവർത്തനങ്ങളായിട്ടും ഗുണാത്മകമായ പ്രവർത്തനങ്ങളായിട്ടും ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. യുവമോർച്ചയുടെ ഇതുവരെയുള്ള പോരാട്ടങ്ങൾ, വികസിത കേരളത്തിന് വേണ്ടിയുള്ള മുന്നേറ്റങ്ങൾ, അതിനെല്ലാം മുന്നണിയിൽ പ്രവർത്തകർക്ക് ഊർജ്ജം നൽകിക്കൊണ്ട് പുതിയ അധ്യക്ഷൻ്റെ ആ ചുവടുവയ്പ്പുകൾ ഉണ്ടാകും. അതിന് നേതൃത്വ സ്ഥാനത്ത് എല്ലാ രീതിയിലുമുള്ള പിന്തുണയുമായി അദ്ദേഹം ഉണ്ടാകുമെന്ന് ഉറപ്പ് പറയുകയായിരുന്നു. ജനം ടിവിയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ക്യാമറമാൻ അജയൻ നായർക്കൊപ്പം മിഥുൻ മുരളി.